ഞങ്ങൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ സാൻ മറീനോയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ടൗണായ റിമിനിയിൽ നിന്ന് വെറും 30 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന രാജ്യമാണ് സാൻ മറീനോ. അതെ, ഇറ്റലിക്കകത്ത് ഇറ്റലി അല്ലാത്ത ഒരു രാജ്യമുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം കടലും അതിർത്തിയും എല്ലാം ചുറ്റിക്കിടക്കുമ്പോൾ ഈ കുഞ്ഞു രാജ്യം ഇറ്റലിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. ഇറ്റലിയിലെ റിമിനിയിൽ നിന്ന് ഉച്ചയോടെയാണ് ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇനി അതല്ല, വേറെ എവിടെന്നെങ്കിലും വരുന്നവരാണെങ്കിൽ റിമിനി സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സാൻ മറീനോയിലേക്ക് ഷട്ടിൽ ബസ്സും ഉണ്ട്. ഇതൊരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കേബിൾ കാർ യൂസ് ചെയ്താണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. 5 യൂറോ കൊടുത്താൽ കേബിൾ കാറിൽ മുകളിൽ പോയി താഴെ വരാനുള്ള 2 വേ ടിക്കറ്റ് നമുക്ക് കിട്ടും. ഈ കാണുന്നത് സാൻ മറീനോയുടെ ടൂറിസ്റ്റ് മാപ്പാണ്. ഇത് ഒരെണ്ണെടുത്ത് കയ്യിൽ വെച്ച അവിടെ കറങ്ങാനുള്ള മുഴുവൻ ഗൈഡ് ലൈൻസും ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ ടിക്കറ്റും സ്കാൻ ചെയ്ത് ഞങ്ങൾ കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കേബിൾ കാർ മെല്ലെ മുകളിലേക്ക് പൊന്തി തുടങ്ങി. അതാ ആ ദൂരെ കാണുന്നില്ലേ, അത് കടലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ ആ നേരത്തെ അവിടുത്തെ കാഴ്ചകളുടെ ഭംഗി അതൊന്നും വേറെ തന്നെയായിരുന്നു. ഇതാണ് സാൻ മറീനോയുടെ ഫ്ലാഗ്. പിന്നെ കുറച്ചു നേരം അവിടുത്തെ ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അതുപോലെ തന്നെ ഈ കാണുന്ന ഷോപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ കടയിൽ അത്രത്തോളം കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആവാനായതുകൊണ്ട് ഷോപ്പുകളൊക്കെ മെല്ലെ ക്രിസ്മസ് തീം പിടിച്ചു തുടങ്ങിയിരുന്നു. ഇവിടെ ഷോപ്പുകളുടെ അകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ അവർ സമ്മതിക്കാത്തത് കൊണ്ട് അകത്ത് കയറി ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും സാധിച്ചില്ല. ഇതാണ് പലാറ്റ്സോ പബ്ലിക്കോ അഥവാ പബ്ലിക് പാലസ്. ഇത് സാൻ മറീനോയിലെ ഗവൺമെന്റ് ബിൽഡിങ്ങും ഒഫീഷ്യൽ ടൗൺ ഹാൾ കൂടെയാണ്. പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഓഫീസിൽ പോയാൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. ഇതിന് 5 യൂറോയാണ് ചെലവുള്ളത്. ഇതാണ് സാൻ മറീനോയിലെ മെയിൻ ആയിട്ടുള്ള ചർച്ച്, ബസിലിക്ക ഡി സാൻ മറീനോ. നേരം വൈകിയത് കൊണ്ട് തന്നെ ഒന്നിന്റെയും അകത്ത് കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇതാണ് കാസിലേക്ക് പോകാനുള്ള വഴി. കയറുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതാ ആ കാണുന്നതാണ് ഇവിടുത്തെ കാസിൽ. അത് നേരിട്ട് കണ്ട ശരിക്കും നമ്മളൊരു ഫെയറി ടെയിലൊക്കെ കാണുന്ന പോലെ മലമുകളിലൊരു കൊട്ടാരം അത് തന്നെ. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ താഴെയുള്ള ടൗണുകളെല്ലാം മാജിക്കലായിട്ട് തോന്നി. ലൈറ്റ്സ് എല്ലാം ഓണായി മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനെ സ്പേസ് കണ്ടത്. ഓരോ മരത്തിന്റെ വേരുകളും ഇലകളൊക്കെ യൂസ് ചെയ്ത് അതുകൊണ്ടൊരു ആർട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൂടാതെ മരത്തടികളിലും വേരുകളിലും എൻഗ്രേവ് ചെയ്ത് വെച്ചതും കണ്ടു. ഇവിടെയുള്ള ഓരോ ആർട്ട് വർക്കിനും അതിൻ്റെതായ ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു പോസ്റ്റ് കാർഡ് വാങ്ങിയിരുന്നു. ഇവിടുത്തെ പല കാഴ്ചകളും എനിക്ക് മിസ്സായത് കാരണം അതെല്ലാം കാണാൻ വേണ്ടി വീണ്ടും ഒരു തവണ കൂടി ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് മനസ്സിലുറപ്പിച്ച ഈ യാത്ര ഞാൻ അവസാനിപ്പിച്ചത്. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.